നാട്ടിൽ വളർന്നു വരുന്ന ചെറിയ ടീമുകൾ ഉണ്ടാവില്ലേ, വടംവലിയുടെ ചെറിയ ടീമുകൾ. ഈ ചെറിയ ടീമുകൾ അതായത് കുറേ കാലം അവരിങ്ങനെ നടന്ന് ഏറ്റവും അവസാനം ഒരു ടീമോ സെറ്റായി വരുമ്പോഴേക്ക് പലപ്പോഴും എന്താ അവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ആൾക്കാരൊക്കെ അത് നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ടുണ്ടായിരിക്കും. കാരണം കുറേ കാലമായിട്ട് പിന്നെ നടക്കുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് അവർ വീട്ടിൽ നിന്ന് വലിയ നല്ല രീതിയിൽ പ്രഷർ ഉണ്ടായിരിക്കും. പിന്നെ ഇത് വടംവലി പ്രാന്തമായിട്ട് നടക്കല്ലേ, രാത്രി സമയത്താണ് ട്രയൽ അടിക്കാൻ പോണത്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ, അതേപോലെ പലരുടെയും ഞാൻ ഇതിനിടയ്ക്ക് ഒരു പ്ലെയറെ കുറിച്ച് കേട്ടാണ് കേസ്. അവരുടെ വൈഫിൻ്റെ ഡേറ്റ് വരെ മാറ്റി വെച്ചിട്ട് വടംവലി, അതായത് അന്ന് വടംവലി ഉണ്ടായിരുന്നു അവർക്ക്, ഹസ്ബൻഡിന് വടംവലി ഉണ്ടായിരുന്നു ആ ദിവസത്തെ ആ ഡേറ്റ് ഇറക്കും പറയുമ്പോൾ തന്നെ കേസ്. അപ്പോൾ അത്രയും ആത്മാർത്ഥമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ രാത്രി സമയത്ത് ഭാര്യയും 2 കുട്ടികളും അവർ ഒറ്റയ്ക്കാക്കിയിട്ടൊക്കെയാണ് ട്രയൽ അടിക്കാനൊക്കെ വരണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട്. ഇങ്ങനെ കുറച്ച് ആളുകൾ കുറച്ച് വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേസ്. അപ്പോൾ ഇത് വഴിയെ വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന സംഗതി വേറെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയ സാധനമാണ്. അതായത് അങ്ങനെ നാട്ടിലുള്ളൊരു ടീമിന്, ഇപ്പോൾ വളർന്നു വരുന്ന ഒരു ടീമിന് ഇപ്പോൾ ഒരു ടീം സ്പോൺസർ കിട്ടി വിചാരിക്കാം. അപ്പോൾ കുറേ കാലം സ്പോൺസറൊന്നും കിട്ടാണ്ടല്ലോ സാധാരണ നടക്കും. ഇപ്പോൾ 2500 പേര് സ്പോൺസർ കിട്ടി വിചാരിക്കും. പിന്നെ അതായത് ഒരു 10 ദിവസം മുമ്പ്, 10 ദിവസം കഴിഞ്ഞിട്ടാണ് വടംവലി വിചാരിക്കുക. അപ്പോൾ 2500 സ്പോൺസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ അവർ പിന്നെ തന്നെ വർത്താനം, നമുക്ക് സ്പോൺസർ കിട്ടിയിട്ടുണ്ടോ അങ്ങനെ അവർക്ക് ജേഴ്സി കൂടി വാങ്ങി കൊടുത്ത് നോക്കി സന്തോഷമാവും. പിന്നെ എന്താ കാര്യം വെച്ചാൽ ട്രയൽ അടിക്കുമ്പോൾ നേരത്തെ, അതായത് ഒരു 10 മിനിറ്റ് നേരത്തെ വരും, ഒരു 10 മിനിറ്റ് വൈകിട്ടാണ് നിർത്തണമുണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഇവരെ പിന്നെ അതിൻ്റെ ഇടയിൽ ട്രയലിൻ്റെ ഇടയിൽ ഇപ്പോൾ ഒരു വട്ടം ട്രയൽ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു കപ്പി ട്രയൽ അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പോരാ കുറച്ചുകൂടി ഉഷാറാക്കണം, ഒന്നുകൂടി നോക്കല്ലേ, ഈ ഒരു സാധനം തന്നെ ആയിരിക്കും. പിന്നെ അവർ ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവില്ലേ ടീമിൻ്റെ, തന്നെ വർത്താനം, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചോ, ഭക്ഷണം കഴിക്കല്ലേ ചെങ്ങായി, അല്ലെങ്കിൽ രാത്രി ചോറിനാണ് ആൾക്കാർ, എന്താ ചോറിനല്ലേ ആപ്പിൾ എന്താ മതി, അതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സാർ. അപ്പോൾ അവർ കഴിക്കണ ആപ്പിള്, അല്ലെങ്കിൽ ഒരു ചപ്പാത്തി കഴിക്കണം, ഒരു ചപ്പാത്തി അതിൻ്റെയൊക്കെ ഫോട്ടോ ഷെയർ ചെയ്ത് അങ്ങനെ ഇട്ടൊരു ആവശ്യമായിരിക്കും. അല്ലെങ്കിൽ അവരിങ്ങനെ പറയും അപ്പോൾ തന്നെ എന്താ വെച്ചാൽ ഒരു കോച്ചിനെയൊക്കെ വിളിച്ചിട്ട് ഒരാൾ ഞങ്ങൾക്ക് ട്രെയിനിങ് തരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർക്ക് ഒരു സൗകര്യം കൊടുക്കൂല ആ ട്രെയിനർക്ക്. അത് അങ്ങനെ ഇതിൻ്റെ ആവശ്യമായിട്ട് അങ്ങനെ മാറും ഇത് സാധനം. അതുമല്ല അവർ കോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് അവർക്ക് ഇന്നാണ് സ്പോൺസർ ചെയ്യുന്നത് അതൊക്കെ പറയുമ്പോഴേ നമുക്ക് ഭയങ്കര നാണവും ഭയങ്കര ഊർജ്ജവും ആവേശവും ആ ഒരു സാധനമായിരിക്കും. അപ്പോൾ അവർ നല്ല പിടിപിടിക്കും. അല്ല ഇത് കാണുന്ന സാധാരണക്കാരായ ആളുകളല്ലേ, ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഈ ഒതുങ്ങി പ്രൊഫഷണൽ മോഡലിനെ പിടിക്കണം അതിനോട് താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷേ അതിനൊക്കെ താല്പര്യം ഉണ്ടാവും തോന്നുന്നു. ഇങ്ങനെയുള്ള ടീമുകൾ ഇറങ്ങി പൊലിച്ചു അല്ല ഇതൊക്കെ കുറേ സാധനം. ഇപ്പോഴും ആളുകളെയൊക്കെ കൂടുതൽ ത്രസിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഓണവലിയാണ് എന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു, അങ്ങനെ തരം താഴ്ത്തി പറയുന്നതല്ല കേട്ടോ. നമ്മൾ പറഞ്ഞത് അങ്ങനെ ആവേശം കാണിക്കുന്ന ടീമുകളെ ആളുകൾ സാധാരണ കാണികളുടെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് മറ്റേ ഇറങ്ങുന്ന ടീമിന് വലിയ പ്രോത്സാഹനമായിരിക്കും. ചിലപ്പോൾ ഒരു 3 മാസം കൊണ്ട് ചിലപ്പോൾ ആ ടീം വലിയ രീതിയിൽ മെച്ചപ്പെട്ട് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പ്രൊഫഷണൽ പ്ലേയേഴ്സിനെ ഇറക്കിയിട്ടോ അല്ലെങ്കിൽ അവർ തന്നെ നല്ല ട്രയൽ അടിച്ചിട്ടോ കൂടുതൽ സമയം ട്രയൽ അടിച്ചിട്ടൊക്കെ എന്നാണ് തോന്നണത്.